ടീച്ചറെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള ഒരു ഏകീകരണമാണോ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയും യുഡിഎഫിനെയും വിജയിപ്പിച്ചത്? തീർച്ചയായും ഒരു മത ധ്രുവീകരണം നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ്. അത് നമ്മൾ കേരളം പറയുന്ന മതേതര സ്വഭാവം കേരളത്തിൽ നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിരിക്കുന്നു. അതതിന്റെ പരമകാഷ്ഠയിലെത്തി എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. കാരണം നമ്മള് കേരളത്തിന്റെ ഡെമോഗ്രഫിയും ഇവിടുത്തെ വിജയവും തമ്മിൽ ഒന്ന് തട്ടിച്ചു നോക്കിയാലേ എനിക്ക് തോന്നുന്നു ഒരു 40% മുസ്ലിം വോട്ടുള്ള എല്ലായിടത്തും, ഒരുപക്ഷെ തവനൂര് ജലീലിനോടുള്ള വിരോധം മൂലം ഒരു ജോയിയെ ജയിപ്പിച്ചത് ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 40%-ലധികമെങ്കിലും മുസ്ലിം വോട്ട് ഉള്ളിടത്തൊക്കെ തന്നെ മുസ്ലിം സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനും അത് മുസ്ലിം രാഷ്ട്രീയത്തിന്റെ സ്ഥാനാർത്ഥികളെ തന്നെ ജയിപ്പിക്കാനും ഒക്കെയുള്ള ഒരു പ്രവണത കേരളം കാണിച്ചിട്ടുണ്ട്. ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ ഭാവിയെ പറ്റി ഇത്തിരി ആശങ്കയോടുകൂടി തന്നെ ചിന്തിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലും ഒക്കെ യുഡിഎഫിന് ഒരു മേൽക്കൈ ലഭിച്ചിട്ടില്ലേ? ഇപ്പൊ ആലപ്പുഴയിലും കൊല്ലത്തും എല്ലാം ഒരു യുഡിഎഫിന്റെ അർത്ഥത്തിലല്ല പറഞ്ഞത്, മുന്നണികളുടെ അർത്ഥത്തിലല്ല പറഞ്ഞത്. അതായത് ഹിന്ദു ഭൂരിപക്ഷമുള്ള മേഖലയിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്തു. മറ്റുള്ളിടത്ത് രാഷ്ട്രീയത്തിന് അതീതമായി സാധ്യത ഭാഷയിൽ പറഞ്ഞാൽ മതമാണ് 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 പ്രശ്നം എന്ന നിലയിൽ വോട്ട് പോയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നു. അപ്പൊ ഇതൊന്നും എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഭൂരിപക്ഷ സമൂഹം കണ്ടിട്ടും മനസ്സിലാക്കാതെ അവർ എന്തുകൊണ്ടാണ് വലിയൊരു തോതിൽ ബിജെപിയെ ഒന്നും പിന്തുണയ്ക്കാത്തത്? അതെ, ഭൂരിപക്ഷ സമൂഹം അങ്ങനെ മതമാണ് 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 പ്രശ്നം എന്ന അർത്ഥത്തിലല്ല അവരുടെ ജീവിതത്തില് സ്വകാര്യതയായി മാത്രം ഒരു മതം കൊണ്ട് നടക്കുന്നവരാണ്. അതിനെ രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കലർത്തുന്നത് ശരിയാണ് എന്ന അഭിപ്രായമില്ല. പക്ഷേ മറുഭാഗം തെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ദൂഷിത ഫലങ്ങൾ അനുഭവിക്കപ്പെടേണ്ടി വരുമ്പോഴാണ് ചില സ്ഥലത്തെങ്കിലും ഹൈന്ദവ സമൂഹവും ആ നിലയ്ക്ക് ചിന്തിക്കണത്. ശരിക്കും രാഷ്ട്രീയവും മതവും കൂടിക്കലർത്തേണ്ട കാര്യമില്ല. പക്ഷെ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിലത് ഒരു അപകടകരമായ ഒരു പ്രവണത കാണിച്ചതുകൊണ്ട് തീർച്ചയായും രക്ഷപ്പെടണമെങ്കിൽ ഭൂരിപക്ഷത്തിനും അതേ വഴിയുള്ളൂ എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണിത്. അപ്പോ ഭൂരിപക്ഷത്തിന് ഒരുപാട് തിരിച്ചറിവ് ലഭിക്കുമല്ലേ വരുന്ന കാലഘട്ടങ്ങളില്? തീർച്ചയായും. കാരണം ഒരു അപകടം മുന്നിൽ കാണുമ്പോൾ നമുക്ക് കൊറോണ വന്ന സമയത്തല്ലേ, വന്നതിന് ശേഷമല്ലേ എന്തൊക്കെ ചെയ്യണം, നമ്മൾ മുഖം മുറിച്ച് കെട്ടണം അല്ലെങ്കിൽ മറച്ചു കെട്ടണം, ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം. ഇതുപോലൊരു അപകടം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവണത സ്വാഭാവികമായും സമൂഹം കാണിക്കും. അതിൽ ആ കൺസോൾട്ടേഷൻ സംഭവിക്കും, ഭൂരിപക്ഷ കൺസോൾട്ടേഷനും സംഭവിച്ചിരിക്കും. അപ്പോൾ പാലക്കാട് ജില്ലയിലെ പല പ്രദേശങ്ങളിലും ഇത് ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ഷൊർണൂറും പട്ടാമ്പിയിലും അവിടെയൊക്കെ തന്നെ ഇത് പ്രകടമാണ് അല്ലേ? ഉണ്ട്, പ്രകടമാണ്. അത്തരം ഒരു കാര്യം ഷൊർണൂരും പട്ടാമ്പിയൊക്കെ കുറച്ച് കാലങ്ങളായി ഇത് പ്രകടമാണ്. അതിപ്പോ ഒന്നുകൂടെ നമുക്ക് വ്യക്തമായി എന്നുള്ളതാണ് കാര്യം. പട്ടാമ്പിയെ പോലുള്ള സ്ഥലത്തൊക്കെ കാരണം യുഡിഎഫിന്റെ കനത്ത ഒരു അവർക്ക് അനുകൂലമായതോ അല്ലെങ്കിൽ ഭരണപക്ഷ വിരുദ്ധമായ രണ്ടാമതൊരു ഒരു വികാരം ഉണ്ടായപ്പോ പോലും പട്ടാമ്പിയിൽ സിപിഐക്ക് ജയിക്കാൻ സാധിച്ചത് അവിടെ ശക്തമായ, അതായത് ഈ ഒരുപക്ഷ ലീഗിൽ നിന്ന് പോലും പറ്റിയിട്ടുണ്ടാകാം, ശക്തമായ മുസ്ലിം വികാരം അത് മോഹസിന് അനുകൂലമായി പോയിട്ടുണ്ട് എന്നതാണ് സത്യം. ഇത് കേരളം മൊത്തം വ്യാപകമായിട്ട് ഒരു കൺസോൾട്ടേഷൻ നടന്നു. ആ കൺസോൾട്ടേഷന്റെ ഗുണഭോക്താവായത് യുഡിഎഫ് ആണ് അല്ലെ? അതെ. കൺസോൾട്ടേഷൻ നടന്നിട്ട് അതിന്റെ ഗുണഭോക്താവായത് യുഡിഎഫ് ആണ്. യുഡിഎഫിലാണ് മുസ്ലിം ലീഗിന്റെ കക്ഷിയുള്ളത്. ഒരുപക്ഷെ ഒരു നേതൃത്വം കൺസോൾട്ടേറ്റ് ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചതും അവരാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സത്ഫലം കിട്ടിയത് യുഡിഎഫിനാണ്. അത് എൽഡിഎഫിന് ഒരു വലിയ പാഠം പഠിക്കാനുണ്ട്. കാരണം എൽഡിഎഫ് മുസ്ലിം വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അധികാരത്തിലുള്ള 10 വർഷവും വളരെ വലിയ ഞാണമക്കളിയാണ് കളിച്ചിരിക്കുന്നത്. അവരതിനു വേണ്ടി കഫിയ പടച്ചു, പലസ്തീനികൾക്ക് വേണ്ടിയിട്ട് ഹമാസിന്റെ റാലികൾ നടത്തി. അവര് ബാബറി മസ്ജിദ് ഒരുപക്ഷെ ഇസ്ലാമിക സമൂഹം മറന്നാലും മറക്കാൻ അനുവദിക്കാതെ അതിനുവേണ്ടി കരഞ്ഞുകൊണ്ടേയിരുന്നു. ശ്രീരാമനെതിരെ ഒരു പടപ്പുറപ്പാട് തന്നെ നടത്തി. അങ്ങനെ ഏതൊരു വിഷയം ഉണ്ടായാലും ഒരു ഹിന്ദു വിരുദ്ധമായ പക്ഷത്ത് നിന്നു. ഗണപതിയെ മിക്സ് എന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഹിന്ദു വിരുദ്ധ പക്ഷത്ത് നിന്നത് മുസ്ലിം വോട്ട് കിട്ടും എന്ന ഞാനൊന്ന് കൊണ്ടാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മലപ്പുറം ജില്ലയിലൊന്നും അവരെ പച്ചതൊടാൻ സമ്മതിക്കാത്ത വിധത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ നമ്മൾ എത്ര സ്ഥാനത്ത് എടുത്താൽ അതിൽ 6 മലപ്പുറം ജില്ലയിലാണ്. അപ്പോ ജയിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെക്കാൾ ബഹുദൂരം പിന്നിലാണ് അവിടുത്തെ ഇടതുപക്ഷം. അപ്പൊ ഇതൊക്കെ കാണിച്ചിട്ടും ഇടതുപക്ഷത്തോട് ഒരു അനുഭവവും അവർ കാണിച്ചില്ല എന്നത് അവരുടെ കണ്ണം തുറപ്പിക്കേണ്ട ഒരു വസ്തുതയാണ് എന്ന് തോന്നുന്നു. പക്ഷെ അവരെ ഇതൊക്കെ കണ്ടിട്ട് പഠിക്കാൻ പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇടതുപക്ഷം?
പഠിച്ചല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവര് രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് ഒരുപക്ഷെ മാറി നിൽക്കാനാകാം ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയം വേണ്ടാന്ന് വെച്ച് സതീശന്റെ ഭാഷയിൽ പറഞ്ഞ വനവാസത്തിന് പോണ്ടി വരും. ഇതിന്റെ കാലത്തിന്റെ ചുമരകത്ത് അവർ വായിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു ലോകം മുഴുവൻ കമ്മ്യൂണിസത്തെ ചുരുട്ടിക്കൂട്ടി കളയുകയാണ്. കേരളത്തിലെ ഇത്തിരി തീരത്ത് മാത്രമേ അത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുകയായിരിക്കും ഫലം, കാലത്തിന്റെ ചുമരകത്ത് വായിച്ചില്ലെങ്കിൽ. ചുരുക്കി പറഞ്ഞാൽ അപ്പൊ കേരളത്തിന്റെ പോക്ക് അപകടത്തിലേക്കാണോ അപ്പൊ? അതെ, ഈ ഇലക്ഷൻ റിസൾട്ടുകൾ കാര്യമായി തന്നെ വിശകലനം ചെയ്യണം. അത് വിജയത്തിന് ശേഷം നമ്മൾ കണ്ടു, മറ്റേ തവനൂരാണെങ്കിലും അല്ലെങ്കിൽ മഞ്ചേശ്വരത്താണെങ്കിലും മഞ്ചേശ്വരത്ത് നായയെ കൊന്ന് പ്രകടനം നടത്തുന്നു, തവനൂര് ആടിനെ കൊന്ന് പ്രദർശിപ്പിക്കുന്നു. അപ്പോ ഇതൊക്കെ പഴയ പല മുദ്രാവാക്യങ്ങളുമായിട്ട് അമ്പലനടയിൽ കെട്ടിത്തൂക്കി എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യങ്ങളോ, അരിയും അല്ലെങ്കിൽ മലരും കുന്തരിക്കോ വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞ മുദ്രാവാക്യങ്ങളോ അതും ഇതുമൊക്കെയായി ചേർത്ത് വായിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ വിശകലനം ചെയ്യുന്ന തലത്തിൽ മാത്രം ഇതിനെ വിശകലനം ചെയ്താൽ പോരാ. CPM-ൽ നിന്ന് വലിയൊരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവുമോ? അത് BJP-ക്ക് ഗുണം ചെയ്യുമോ ഭാവിയിലേക്ക്? ആർക്കും ഗുണം ചെയ്തോ ഇല്ലയോ, കേരളത്തിന് ഗുണം ചെയ്തേ മതിയാകൂ. അത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പോകേണ്ടി വരും. ന്യൂനപക്ഷ വർഗീയതയെ പ്രതിരോധിക്കാനായിട്ട് ഭൂരിപക്ഷ വർഗീയതയെ കൊണ്ടേ കഴിയുള്ളൂ അപ്പോ അങ്ങനെ? അല്ല, അതല്ലാതെ, കാരണം ഒരു ഭാഗത്ത് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി മറുഭാഗം അത്തരത്തിലൊരു ധ്രുവീകരണത്തിന് വിധേയമാകും. അത് എത്രയൊക്കെ പ്രതിരോധിച്ചാലും അത് ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. അതുണ്ടായിരിക്കും, തീർച്ചയായിട്ടും അത് കേരളത്തിൽ സംഭവിക്കും. മതേതരം എന്നത് അപ്പോൾ വെറും ഒരു മുഖം മൂടി മാത്രമായിട്ടാണ് തോന്നുന്നത് അല്ലെ? തീർച്ചയായും മതേതരം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം പോയില്ലേ? മതം കൊണ്ട് വല്ലതും തരമാക്കണതായി പോയില്ലേ മതേതരം? അപ്പൊ മതേതരം എന്നുള്ളത് സ്വന്തം മത മൗലികത മൂടി വെക്കാനുള്ള ഒരു മുഖം മൂടി. ഇത് പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ ഇനിയും ഒരുപാട് സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ, ഭൂരിപക്ഷ സമൂഹത്തിൽ പെട്ടിട്ടുള്ള? ഇല്ല, അത് അവര് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും എന്താന്ന് പറഞ്ഞാൽ തങ്ങൾ ഉദ്ദേശിച്ച രാഷ്ട്രീയ പാർട്ടിക്ക് ജയിക്കാനുള്ള ശേഷി ആയിട്ടില്ലയോ എന്നൊരു സംശയമാണ് അവര് താരതമ്യേന തങ്ങൾക്ക് വിരോധമുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരാൾക്ക് വോട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വിരോധമുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി കുറച്ച് വിരോധമുള്ളവർക്ക് വോട്ട് ചെയ്യലാണ് പലപ്പോഴും സംഭവിച്ചത്. അപ്പോ ജയിക്കും എന്നൊരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം കേരളത്തിൽ സംഭവിക്കും. കേരളത്തിൽ ഒരു കലാപത്തിന് സാധ്യതയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഒരു 10 വർഷത്തിനുള്ളിൽ? ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷെ മാറാടുകൾ നമ്മുടെ മുന്നിൽ ഒരു പാഠമാണ്. ലീഗിന് അധികാരം ഉണ്ടായിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിലേക്കുള്ള ഒരു പാഠമാണ് മാറാടൊക്കെ. സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ.